അദ്ദേഹം ഒരു മലയാളിയാണ് എന്നത് നമ്മൾ ഖേദിക്കാതെന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം എങ്ങനെയാണ് ഇത്രയും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയാൻ പറ്റുന്നത് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ നാട്ടിലുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വളരെ സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങൾ മഹാഭൂരിഭാഗവും, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ചിലതൊഴികെ ബാക്കി മുഴുവൻ തങ്ങളുടെ നിയന്ത്രണത്തിലല്ല എന്നുള്ളത് കൊണ്ട് ആ സ്ഥാപനങ്ങളെ ആകെ ആക്ഷേപിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടുണ്ടോ? എങ്ങനെയാണ് അത്തരമൊരു നിലപാട് ഒരു രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കേരളത്തിൻ്റെ അധ്യക്ഷന് സ്വീകരിക്കാൻ കഴിയുന്നത്? വളരെ നിർഭാഗ്യകരമായൊരു വശമാണത്. നമ്മുടെ കേരളത്തിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എല്ലാ രീതിയിലും ഫലപ്രദമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അഴിമതി ഏതെങ്കിലും തരത്തിൽ ഉണ്ടെങ്കിൽ ആ അഴിമതിക്കെതിരെയുള്ള നടപടികൾ എല്ലാ തലത്തിലും നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. അത് വ്യാപകമായ അഴിമതിയാണ് ഇവിടെ എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് പോലെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഏജൻസികളുടെ കണക്കുകൂട്ടലനുസരിച്ച് കേരളമാണല്ലോ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം. എങ്ങനെയാണ് അത്തരമൊരു പദവി കേരളത്തിന് ലഭ്യമാകുന്നത്? അപ്പോൾ അതൊന്നും വസ്തുതാപരമല്ല, തങ്ങളുടെ കൂടെയല്ല എന്നുള്ളത് കൊണ്ട് അതിനെ ആക്ഷേപിക്കുന്ന നിലയുടെ ഭാഗമായിട്ടുള്ള ഒരു വിലയിരുത്തൽ മാത്രമാണ്.